ഗുഡ് മോർണിംഗ്. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ആഗോള വിപണികളിൽ തുടരുന്ന സമ്മർദ്ദങ്ങൾ ദലാൽ സ്ട്രീറ്റിലും ആശങ്ക സൃഷ്ടിക്കുന്നത് തുടരുകയാണ്. റിലേറ്റഡ് സ്റ്റോക്കുകളിലെ വാല്യുവേഷൻ കൺസേൺസ് തന്നെയാണ് വില്ലനാകുന്നത്. ഇതിനു പുറമെ പലിശ നിരക്കുകൾ ഉടൻ കുറയ്ക്കാനുള്ള ഫെഡറൽ റിസർവിൻ്റെ സാധ്യത മങ്ങിയതും രൂപയുടെ മൂല്യത്തകർച്ചയും പ്രധാന സെക്ടറുകളിലുണ്ടായ സെല്ലിംഗ് പ്രഷറുമാണ് മാർക്കറ്റിൽ സമ്മർദ്ദമായത്. എന്നിരുന്നാലും നിഫ്റ്റി 50 സൂചിക 25,200 എന്ന നിർണായക ലെവൽ പോയ വാരം മറികടന്നത് നിക്ഷേപകരിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. വീക്ക്ലി പെർഫോമൻസിൽ 0.61% നേട്ടം നിഫ്റ്റി 50 നൽകി. 0.6% തന്നെ സമാന നേട്ടമാണ് ബാങ്ക് നിഫ്റ്റിയും രേഖപ്പെടുത്തിയത്. IT മേഖലയിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ സൂചിക 1.5%-ലധികം നേട്ടമാണ് നൽകിയത്. 1.09% നേട്ടം ഓട്ടോ മേഖലയും 0.5%-ൽ കൂടുതൽ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സും മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോൾ ബാക്കിയുള്ള എല്ലാ സെക്ടറൽ സൂചികകളിലും സെല്ലിംഗ് പ്രഷറാണ് കണ്ടത്. 3.78% ഇടിവോടെ ഏറ്റവും അധികം തകർച്ച നേരിട്ടത് റിയൽറ്റി മേഖലയാണ്. 3.36% ഇടിവോടെ മെറ്റൽ സൂചികയും കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു. 2.4% മീഡിയ സൂചികയും 1%-ൽ കൂടുതൽ എനർജി സൂചികയും വീക്ക്ലി പെർഫോമൻസിൽ ഇടിവ് റിപ്പോർട്ട് ചെയ്തു. ഷട്ട്ഡൗണിനെ തുടർന്ന് പെൻഡിംഗ് ആയിരുന്ന ലേബർ മാർക്കറ്റിൻ്റെ ഡാറ്റകൾ വന്നു തുടങ്ങിയ വാരമായിരുന്നു കഴിഞ്ഞുപോയത്. തൊഴിലില്ലായ്മ നിരക്കിലും ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിലും ഉണ്ടായ അപ്രതീക്ഷിത വർധനവ് വിപണികൾക്ക് തിരിച്ചടിയായി. ഒപ്പം ബബിൾ ശക്തമാകുന്നുവെന്ന് നിക്ഷേപകർക്കിടയിലെ ആശങ്കയും ഒക്കെ തന്നെ സൂചികളിൽ വിൽപ്പനാ സമ്മർദ്ദം ശക്തമാക്കി. പ്രതിവാരാടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് 1.9% നഷ്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ നാസ്ഡാക്ക് 100 3.07% ഇടിവിലേക്കാണ് കൂപ്പുകുത്തിയത്. S&P 500 സൂചിക 1.95% വീക്കിലി ലോസും റിപ്പോർട്ട് ചെയ്തു. താങ്ക്സ് ഗിവിങ്ങിനെ തുടർന്ന് 3 ഫുൾ ഡേ ട്രേഡിംഗ് സെഷനുകൾ മാത്രമായിരിക്കും വരുന്ന ആഴ്ചയിൽ വിപണികളിൽ പ്രവർത്തിക്കുക. നവംബർ 24-ന് ന്റെ വ്യാവസായിക ഉൽപ്പാദന ഡാറ്റ പബ്ലിഷ് ചെയ്യും. എക്കോണമിയെപ്പറ്റി ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഡാറ്റകൾ നിക്ഷേപക ശ്രദ്ധ ആകർഷിച്ചേക്കും. 25-ന് സെപ്റ്റംബറിൽ പെൻഡിംഗ് ആയിരുന്ന കോർ PPI കണക്കുകൾ പബ്ലിഷ് ചെയ്യും. ഇത് ഉൽപ്പാദകരുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലേഷനെ വിലയിരുത്താൻ നിക്ഷേപകരെ സഹായിക്കും. ഒപ്പം അന്ന് തന്നെ എത്തുന്ന കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളിലൂടെ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പണപ്പെരുപ്പം കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഒപ്പം അന്ന് തന്നെ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും എത്തും. നവംബറിലെ ഡാറ്റയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒക്ടോബറിനെ അപേക്ഷിച്ച് കൺസ്യൂമേഴ്സിൻ്റെ കോൺഫിഡൻസ് എക്കോണമിയിൽ കുറയുമെന്നാണ് അനുമാനമുള്ളത്. 26-ന് ന്റെ കോർ PCE ഡാറ്റകൾ കൂടി വരും. സെപ്റ്റംബറിലെ ഡാറ്റകളാണ് വരുന്നത്. പലിശ നിരക്ക് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഡാറ്റയാണിത്. ലേബർ വിപണിയിലെ മോഡറേഷൻ കൂടി കണക്കിലെടുക്കുമ്പോൾ ഡിസംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതയാണ് മങ്ങലേറ്റിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡാറ്റകളിലും അനുമാനങ്ങൾക്ക് അനുസൃതമായല്ല വരുന്നതെങ്കിൽ ഫെഡ് ഒരു പോസ്റ്റ് മോഡിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കും. ഇത് സമ്മർദ്ദത്തിലായ വിപണികൾക്ക് മേൽ വീണ്ടും പ്രഹരമേൽപ്പിക്കാം. കൂടാതെ ന്റെ GDP കണക്കുകളും അന്ന് തന്നെ പബ്ലിഷ് ചെയ്യും. അപ്രതീക്ഷിത വളർച്ച കൈവരിക്കാൻ സാധിച്ചാൽ വിപണികൾക്കും ഇതൊരു പോസിറ്റീവ് ട്രിഗറായി മാറിയേക്കാം. മറിച്ചാണെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമായേക്കാം. സെപ്റ്റംബറിലെ ന്യൂ ഹോം സെയിൽസ് ഡാറ്റകളും 26-ന് പ്രസിദ്ധീകരിക്കും. ഒപ്പം പതിവ് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റകളും എത്തും. താങ്ക്സ് ഗിവിങ്ങിനെ തുടർന്ന് 27-ന് മാർക്കറ്റിന് അവധിയായിരിക്കും. 28-ന് ഉച്ചവരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. മാർക്കറ്റിൽ നിന്നും ചുവപ്പ് യൂറോപ്യൻ വിപണികളിലേക്കും പടർന്നു. ബബിൾ ഭീതി യൂറോപ്യൻ നിക്ഷേപകർക്കിടയിലും ആശങ്ക പടർത്തി. ഏപ്രിലിന് ശേഷം വിപണി നേരിട്ട ശക്തമായ ഇടിവായിരുന്നു ഇത്. യുടെ ഒക്ടോബറിലെ ബഡ്ജറ്റ് കമ്മി അപ്രതീക്ഷിതമായി കുറഞ്ഞെങ്കിലും റീറ്റെയിൽ സെയിൽസിൽ ഉണ്ടായ കുറവ് വിപണിക്ക് തിരിച്ചടിയായി. പ്രതിവാര അടിസ്ഥാനത്തിൽ CAC 40 2.29% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഡാക്സിൽ 3.29% ഇടിവും റിപ്പോർട്ട് ചെയ്തു. FTSE 100 1.64% വീക്കിലി ലോസിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. നവംബർ 26-ന് ECB പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലെഗാർഡയുടെ പ്രസ്താവനയോടായിരിക്കും ആദ്യം യൂറോപ്യൻ വിപണികൾ പ്രതികരിക്കുക. നവംബർ 25-ന് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനിയുടെ മൂന്നാം പാദ GDP കണക്കുകൾ അറിയാൻ കഴിയും. 0% ജർമ്മനിയുടെ GDP അനുമാനം. 28-ന് ജർമ്മനിയുടെ CPI കണക്കുകളും തൊഴിലില്ലായ്മ നിരക്കുകളും അറിയാൻ കഴിയും. ഇതോടെ ജർമ്മൻ എക്കോണമിയുടെ ഏകദേശ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും.
ഒപ്പം അന്ന് തന്നെ ഫ്രാൻസിൻ്റെ CPI GDP കണക്കുകളും വരുന്നതോടെ യൂറോപ്യൻ എക്കോണമിയുടെ നിലവിലത്തെ സ്ഥിതി നിക്ഷേപകർക്ക് വിലയിരുത്താൻ സാധിക്കും. ജപ്പാന്റെ CPI കണക്കുകളാണ് പോയ വാരത്തിൽ ഏറ്റവും കൂടുതൽ ഏഷ്യൻ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിച്ചത്. കഴിഞ്ഞ മാസത്തേക്കാൾ CPI നിരക്കിൽ വർധനയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ അടുത്ത മാസത്തിൽ നടക്കുന്ന ബാങ്ക് ഓഫ് ജപ്പാന്റെ MBC യോഗത്തിൽ നിരക്ക് വർധനവിനുള്ള സാധ്യത വർദ്ധിച്ചു. അടുത്ത ആഴ്ചയിൽ 26-ന് ബാങ്ക് ഓഫ് ജപ്പാൻ പബ്ലിഷ് ചെയ്യുന്ന CPI കണക്കുകളും 27-ന് ടോക്കിയോ കോർ CPI ഡാറ്റകൾ കൂടി വരുന്നതോടെ ജപ്പാന്റെ ഇൻഫ്ലേഷനെ സംബന്ധിച്ച ചിത്രം വ്യക്തമാകും. ഒപ്പം അന്ന് തന്നെ എത്തുന്ന ജപ്പാന്റെ വ്യാവസായിക ഉൽപ്പാദന ഡാറ്റയും നിക്ഷേപക ശ്രദ്ധ ആകർഷിച്ചേക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇടിവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 3.18% ഇടിഞ്ഞ് ബാരലിന് $61.79 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WT ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 3.14% ഇടിവോടെ ബാരലിന് $57.72 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ മികച്ച മുന്നേറ്റമുണ്ടാക്കുന്നതാണ് എണ്ണവില കുറയാനുള്ള പ്രധാന കാരണം. സമാധാന ചർച്ചകൾ വിജയം കാണുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കുമെന്നതും യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വങ്ങൾ മാറും എന്നതുമാണ് എണ്ണവില കുറയാൻ കാരണമായത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിൻ്റെ ആദ്യ സപ്പോർട്ട് 60.89-ലും തുടർന്ന് 59.26-ലുമാണ്. അപ്സൈഡിലോട്ട് വരുമ്പോൾ 64.93-ലും ആദ്യ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് മറികടക്കാൻ സാധിച്ചാൽ 66.18-ഉം റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. WT ക്രൂഡിൻ്റെ ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിൽ 56.98 ആദ്യ സപ്പോർട്ടായി വരുന്നത്. തുടർന്ന് 55.27 എന്ന ലെവലും സപ്പോർട്ടായി പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $60.83 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 61.81 എന്ന ലെവലും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 0.44% ഇടിവോടെ $4064.27 ട്രൈ ഔൺസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US ഫെഡ് റേറ്റ് കട്ട് സാധ്യതകൾ മങ്ങിയതാണ് സ്വർണ്ണവില ഇടിയാനുള്ള പ്രധാന കാരണമായത്. കൂടാതെ മികച്ച US PMI കണക്കുകൾ വന്നതും ഡോളറിന് കരുത്തായി. ഇത് സ്വർണത്തിൻ്റെ ബൈയിങ് ഇൻട്രസ്റ്റ് കുറച്ചതുമായാണ് കാണാൻ സാധിച്ചത്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിൻ്റെ ആദ്യ സപ്പോർട്ട് $3911-ലും തുടർന്ന് $3992-ലുമാണ്. അപ്സൈഡ് നോക്കുകയാണെങ്കിൽ $4115 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $4226 ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ പോയ വാരത്തിൽ വലിയ ഇടിവിനാണ് സാക്ഷ്യം വഹിച്ചത്. US ഫെഡ് റേറ്റ് കട്ട് സാധ്യതകൾ മങ്ങിയതാണ് രൂപയ്ക്ക് തിരിച്ചടിയായത്. USD INR വാരാന്ത്യത്തിൽ 1.07% ഉയർന്ന് 89.58 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. USD INRൻ്റെ ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് 89.87 ലെവലിലും തുടർന്ന് 90.35 എന്ന ലെവലിലുമാണ്. തുടർന്ന് 91.03 സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 88.84-ഉം തുടർന്ന് 88.01-ഉം നമുക്ക് റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. ഇത് മറികടക്കുകയാണെങ്കിൽ 86.49 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. FIകൾ 188 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചപ്പോൾ DIകൾ 12,970 കോടി രൂപയുടെ നിക്ഷേപവും ഇതേ കാലയളവിൽ നടത്തി. കഴിഞ്ഞ വാരം വിപണിയിൽ നിർണായകമായത് നവംബർ 20-നെത്തിയ കോർ സെക്ടർ കണക്കുകൾ തന്നെയായിരുന്നു. ഇന്ത്യയിലെ 8 പ്രധാന മേഖലകളിൽ നിന്നുള്ള ഉൽപ്പാദനം ഒക്ടോബറിൽ ഇടിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൽക്കരി, പ്രകൃതിവാതകം, വൈദ്യുതി തുടങ്ങിയ ഊർജ്ജ മേഖലകളിലെ സെക്ടറുകൾ ഇടിഞ്ഞത് നിർമ്മാണ മേഖലയിലും റിഫൈനറി ഉൽപ്പന്നങ്ങളിലെയും വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചു. ഒക്ടോബറിൽ കോർ ഇൻഡസ്ട്രീസ് സൂചിക മുൻ വർഷത്തെ 162.4 തന്നെ റിപ്പോർട്ട് ചെയ്തു. ഈ 0% വളർച്ച കഴിഞ്ഞ 14 മാസത്തിനിടയിലെ ഏറ്റവും മോശം പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വരുന്ന വാരം നവംബർ 28-ന് മൂന്നാം പാദ GDP കണക്കുകളും പുറത്തുവരും. അന്നേ ദിവസം തന്നെയാണ് ഫെഡറൽ ഫിസിക്കൽ ഡെഫിസിറ്റ് കണക്കുകളും പ്രഖ്യാപിക്കുന്നത്. അന്ന് തന്നെ ബാങ്ക് ലോൺ ഗ്രോത്ത് കണക്കുകളും പ്രഖ്യാപിക്കും. തൊട്ടു പിന്നാലെ M3 മണി സപ്ലൈ കണക്കുകളും എത്തുന്നതായിരിക്കും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ നവംബർ 28-ന് റിപ്പോർട്ട് ചെയ്യും. നവംബർ 14-ന് അവസാനിച്ച ആഴ്ചയിലെ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം
$5.54 ബില്യൺ ഉയർന്ന് $692.57 ബില്യൺ. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്ത ആഴ്ച എക്സൽ സോഫ്റ്റ് ടെക്നോളജീസ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. 2000 സ്ഥാപിതമായ കമ്പനി എഡ്യൂക്കേഷനെയും ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റിനെയും ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ സൊല്യൂഷൻ സ്ഥാപനമാണ്. ഇഷ്യൂയിലൂടെ 500 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് $216 മുതൽ $228 വരെയാണ്. നവംബർ 26 ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. വരുന്ന വാരം സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന മറ്റൊരു കമ്പനി സുദീപ് ഫാർമയാണ്. 1989 സ്ഥാപിതമായ കമ്പനി മാനുഫാക്ചറർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എക്സിപ്പിയൻസ്, ഫുഡ് ഗ്രേഡ് മിനറൽസ് എന്നീ മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇഷ്യൂയിലൂടെ 895 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് $563 മുതൽ $593 വരെയാണ്. നവംബർ 21 ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് നവംബർ 25. നവംബർ 28 ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽസിലേക്ക് വരുമ്പോൾ നിക്ഷേപകരെ നിരാശപ്പെടുത്തുന്ന പെർഫോമൻസാണ് കഴിഞ്ഞ ആഴ്ച വിപണിയിൽ ഉണ്ടായത്. നിഫ്റ്റി 50 ഓൾ ടൈം ഹൈ ആയ 26,277 തൊട്ടടുത്തെത്തിയെങ്കിലും അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ ഒരു സെൽ ഓഫ് ആയാണ് കാണാൻ സാധിച്ചത്. ഓരോ തവണയും നിഫ്റ്റി റിക്കവർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം ഫെയിൽ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വീക്ക്നെസ് ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡെയിലി ബേസിസിൽ 0.47% ഇടിവും 0.61% നേട്ടത്തോടെയുമാണ് വീക്കിലി ബേസിസിൽ ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. ഹയർ ലെവലുകളിലുണ്ടായ പ്രോഫിറ്റ് ബുക്കിംഗാണ് ഇതിന് കാരണമായി പറയുന്നത്. മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലും നിഫ്റ്റിയുടെ ഓവറോൾ ട്രെൻഡ് പോസിറ്റീവാണെന്നാണ് HDF സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറഞ്ഞു വെക്കുന്നത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി 26,250, 26,300 എന്ന റേഞ്ചും 26,000, 25,900 എന്നീ ലെവലുകൾ സപ്പോർട്ടായും കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കൂടാതെ ഒരു വീക്ക്നെസ് ഉള്ളതുകൊണ്ട് ചാർട്ടിൽ ഒരു ഹൈ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡെയിലി ബേസിസിൽ ഏകദേശം 0.81% ഇടിവും വീക്കിലി ബേസിസിൽ 0.6% നേട്ടത്തോടെയുമാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇൻഡെക്സ് എല്ലാ മൂവിംഗ് ആവറേജുകളുടെയും മുകളിൽ ആണെങ്കിലും RSIയും സ്റ്റൊക്കാസ്റ്റിക് RSIയും നെഗറ്റീവ് ക്രോസ് ഓവർ നടന്നതുകൊണ്ട് ഇതിലും വീക്ക്നെസ് കാണുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുമെന്നാണ് എക്സ്പേർട്ട് പറഞ്ഞു വെക്കുന്നത്. 59,300, 59,400 എന്ന റേഞ്ച് ക്രൂഷ്യൽ റെസിസ്റ്റൻസായും ഡൗൺ സൈഡിൽ 58,600, 58,500 സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നാണ് SBI സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റായ സുദീപ് ഷാ പറയുന്നത്. വരുന്ന വാരത്തിൽ 26,000 എന്ന നിർണായക ലെവലാണ് നിഫ്റ്റിക്ക് ഏറെ നിർണായകം. 26,000 സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം തുടർന്നും മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഹൈ ലെവൽസിൽ കൺസോൾട്ടേഷൻ സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ ഒരു കോൺഷ്യസ് സ്റ്റാൻസ് തുടരുന്നതാണ് നല്ലത്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനുമൊക്കെയായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്രസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.